ഗുഡ് മോർണിംഗ്. ഞങ്ങൾ വെനീസിൽ ഇന്നലെ വൈകിട്ട് എത്തി. ഇവിടെ ഞങ്ങൾ ചെറിയൊരു ഹോട്ടലെടുത്തു. ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വെനീസ് ടൗണിൽ ഒന്ന് പോവുകയാണ്. അതിനുള്ള ഞങ്ങളെല്ലാം റെഡിയായി. ഞങ്ങൾ വെനീസ് വ്യാപാരികളെ ഒന്ന് കാണാനായിട്ടൊന്ന് പോകാൻ തുടങ്ങുകയാണ്. എവറിത്തിങ് ഈസ് റെഡി നൗ. ഓൾറൈറ്റ്, ഓക്കെ. സോജേട്ടാ, ഹാപ്പി ടു സീ. വെനീസിലെ നമുക്ക് ജൂതന്മാരുടെ പള്ളിയിൽ പോകണം. പോയി ഇവിടുന്ന് വെനീസ് എല്ലാം കറങ്ങിയ ശേഷം ഞങ്ങൾ നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് പാദുവ ചർച്ചിലൊന്ന് കയറി. അവിടുന്ന് വൈകിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നമ്മുടെ സുഹൃത്തിൻ്റെ അളിയനുണ്ട്. അപ്പോൾ അളിയൻ്റെ പെങ്ങളെ അടുത്ത് കയറി. അവിടെയാണ് ഇന്നത്തെ വൈകിട്ടത്തെ സ്റ്റേ. അപ്പം ഓക്കെ എന്നാ, ഓക്കെ ചെയ്ത്. നമ്മളിത് ഇവിടെ വെനീസിൻ്റെ ടൗണിലെത്തി, വെനീസിലെത്തി. ഇവിടുന്ന് ഞങ്ങളിത് ബോട്ട് മാർഗെ ബോട്ടിൻ്റെ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് പോലെയാണ് ബോട്ട് ടിക്കറ്റ് എടുത്ത് നേരെ മൊറാനോ എന്ന ഐലൻഡിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഇവിടെ ഓൾഡ് ഗ്ലാസ് ഫാക്ടറി എന്ന് അതൊന്ന് കാണുക. ഒപ്പം ഈ ബോട്ടെല്ലാം അങ്ങോട്ട് ഈ കനാലിക്കൂടെ ഒരു യാത്രയും കൂടെ അങ്ങ് ആവുമല്ലോ. അപ്പോൾ ടു ഇൻ വൺ പർപ്പസ്. അപ്പോൾ അതിനുവേണ്ടി ബോട്ടിൽ കൂടെ ഈ കനാൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. ശരിക്കും കടലിലാണ്, ഐ മീൻ ഒരു കനാലിലാണ് ഈ കെട്ടിടങ്ങളെല്ലാം പണിത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി ഒന്നും ആദ്യം നമ്മൾ ഒഫീഷ്യലായിട്ടൊന്നും പറയുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഒന്ന് ഒപ്പിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 4 പേരും ഞാൻ ഒപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങളെല്ലാവരും ഒപ്പിക്കൊണ്ടിരിക്കുകയാണ്. ചേർന്ന് നിന്ന് ഒപ്പിടുക, അല്ലെങ്കിൽ നിങ്ങളെല്ലാം സ്പ്ലിറ്റായി പോകും. അപ്പോൾ ഇത് ഞങ്ങളുടെ ബോട്ട് വരാൻ സമയമായി. ബാക്കി ബോട്ടെ കയറിയിട്ട് വെനീസിലെ വ്യാപാരികളെ കൂടിക്കാഴ്ചയൊക്കെയുള്ള സമയമായി. അവരുമായിട്ട് കാണാനുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഇവിടെ എല്ലാം പള്ളികൾ ഇഷ്ടംപോലെയുണ്ട്. നല്ല കനാലിക്കൂടെയുള്ള യാത്രയാണിത്. ചുറ്റും കെട്ടിടങ്ങളാണ്. ഇതൊരു വലിയ കനാലാണ്. ഇതിന് ചെറിയ ചെറിയ കനാലുകൾ വേറെയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് ശരിക്കും ഇത്. അപ്പോൾ നമ്മളിത് ടിക്കറ്റ് എടുത്തു. ചേട്ടാ ചിരിച്ചേ, അത് തന്നെ, അത്രേ ഉള്ളൂ. ഇത് ബോട്ടുകളുടെ അത് മാലപ്പടക്കം പോലെ ആകും. അയ്യോ കാലം റോഡിലെ ട്രാഫിക്. ഇത് ഡ്രൈവർ ഇരുന്ന് ഉറങ്ങുവാണെന്ന് അറിയാൻ പാടില്ല. ഇത് ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തേക്ക് പോവുക. ബസ് സ്റ്റോപ്പിൽ നിർത്തിയാ പോണേ. ഇത് എപ്പോഴാണ് ചെല്ലുന്നത്? അപ്പം നമ്മുടെ സ്ഥലത്ത് നമുക്ക് ഇറങ്ങുന്ന സ്ഥലമൊക്കെ അറിയാവോ? ഇതൊരു പള്ളിയാണ്. പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. കഴിയുന്ന ഫോൺ താഴെ പോയാൽ വെള്ളത്തിൽ പോകും. ഒരു കെട്ടിടത്തിൻ്റെ ചുവട്ടിക്കൂടെയാണ് വെള്ളം പോകുന്നത്. ശരിക്കും ഇഷ്ടികയെല്ലാം തെളിഞ്ഞെളിഞ്ഞ് തുടങ്ങി.
അപ്പം സംഭവം നല്ലതായിരുന്നോ? ഫാക്ടറി നല്ലതായിരുന്നോ? ഓസ്മാൻ സാബുവായി ഇറങ്ങിപ്പോയി. അതുകൊണ്ട് അവന് 10 ട്രിപ്പ് കൊടുക്കാൻ പറ്റില്ല. ഓ, യു നോ മണി. ഓ, സ്വന്തം പോക്കറ്റിൽ അത് ശരി. അപ്പൊ നമുക്ക് ഇത് പണി പഠിച്ചെങ്കിൽ നമുക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റുമോ? UK പോയി പണി തുടങ്ങിയാലോ? നമുക്ക് ചിരട്ട നമുക്ക് ഉറച്ച വല്ലതും സംഭവം ചെയ്യാം. ഗ്ലാസ് പണി നമുക്ക് പറ്റിയല്ല, കയ്യെ കയറും. പിന്നെ ചൂടാ, അത് പൊള്ളും. എപ്പോഴും പഠിപ്പിക്കാൻ പോകണം, പഠിപ്പിച്ച് നമ്മൾ പുറത്തെടുക്കാൻ പോകണം, പിന്നെ അത് ഉരുട്ടാൻ പോകണം. ഒത്തിരി പണിയാ ഇതൊക്കെ. തവി ഉണ്ടാക്കാം. നമുക്ക് ചേട്ടപ്പണി തവിപ്പണിയൊക്കെ നല്ലത്. നമുക്ക് ഗ്ലാസ് പണി നല്ല. ഗ്ലാസ് സേഫ് അല്ല, അത് നമ്മുടെ റൂൾ അനുസരിച്ച് നമ്മൾ സേഫ്റ്റി വിട്ടൊരു പണിയില്ല. കിട്ടാനില്ല. ഓ, അതിന്റെ ഒരു ചെറിയൊരു ഷോർട്ടേജ് പ്രശ്നമുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ആ പണി പഠിച്ചത് വേസ്റ്റ് ആയി. ഞാനാണെങ്കിൽ എല്ലാം ശരിക്കും പഠിച്ചു വന്നതാ. കോക്കനട്ട് അവൈലബിൾ. കോക്കനട്ട് ചിരട്ട അവൈലബിൾ. കമുകിന്റെ ഓ, അടയ്ക്ക അവൈലബിൾ. അടയ്ക്ക തൊലി. നമുക്ക് എങ്ങോട്ടാ പോകണമെങ്കിൽ നമ്മളെങ്ങോട്ടാ പോകണം? സ്ക്വയറിലേക്ക്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് സ്ക്വയറിലേക്ക് പോവാണ്. വെനീസിലെ സ്ക്വയർ, ചതുരപ്പെട്ടി കാണാൻ പോവാണ്. ചെങ്കടലിനെ കീറി മുറിച്ചുകൊണ്ട് ഞങ്ങളുടെ പായിക്കപ്പൽ കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ വരവ് കണ്ടാൽ ഒന്നൊന്നര വരവാണ്. കാരിക്കാൽ തൊമ്മന്റെ വരവ് കണ്ടു കഴിഞ്ഞാൽ അവന്റെ ചുണ്ടക്കാൽ മാറിയിരിക്കും. കടൽ പാളികളെ വകഞ്ഞു മാറ്റി. നമ്മുടെ വണ്ടി അല്ലേ ഇതപ്പോ? ഒക്കെ ഉണ്ട്. മോളിക്കോടെ ഹെലികോപ്റ്റർ, താഴേക്കോടെ പായ്ക്കപ്പല്. അതെ. ആഹാ, അടുത്ത് വരികയാണ്. അടുത്തടുത്ത് വരികയാണ്. ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരുന്നു. ഇതാണ് പറഞ്ഞത് ഷക്കലക്ക ബേബി, ഷക്കലക്ക ബേബി. നമുക്ക് പോകാനുള്ള പായ്ക്കപ്പലിൽ നമ്മൾ കയറിയിരുന്നു. ഇനി പായ്ക്കപ്പൽ ഞങ്ങളെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. സ്ക്വയർ അല്ലേ? സ്ക്വയറിന്റെ ഒരു പേരുണ്ട് ആ സ്ഥലത്തിന്റെ. അത് വായിലൊന്നും കൊള്ളിയാതാണ്, ഞാൻ പറയുന്നില്ല. കേൾക്കുന്നത് നിങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്പൂരി ഇട്ടതാ. അടുത്ത ബോട്ട് കേട്ടില്ല. അമ്പോ, ഞങ്ങൾ പിയാസോ സാൻ മാർക്കോ സ്ക്വയർ കാണാനായിട്ട് പോവുകയാണ്. ആ കാഴ്ച ഞങ്ങൾ ബോട്ട് ഇറങ്ങിയിട്ട് നടന്നു പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. എല്ലാം നമ്മുടെ കുറേ ഗലീസ്, എല്ലാം ചെറിയ ചെറിയ ഗലി കൂടെയാണ് നടന്നു പോകുന്നത്. ഇത് അങ്ങോട്ടുള്ള വഴികളാണ്. ഈ വെനീസിലെ വഴികൾ എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ വഴികളാണ്. ഇതെല്ലാം വീടുകളാണ്. രണ്ട് സൈഡിലും വീടുകൾ, ഡോറുകൾ ഉണ്ട്. വീടിൻ്റെ ഡോറൊക്കെ ഉണ്ട്. നല്ല ഇതൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളെ നോക്കിയേ, ഒന്ന് കയ്യിൽ നിന്ന് വീശിക്കേ. വീശാൻ പറ്റുന്നൊക്കെ വീശിക്കേ. ഞാനും വീശി. എൻ്റെ വീശുണ്ട്. അപ്പം എല്ലാം ഇത് വേറൊരു ഗലി, ഇത് വേറൊരു ഗലി, ഇത് വേറൊരു ഗലി. നല്ല രസമാണ്. ഇവിടെ താമസിക്കുന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാർ നടന്നു പോകുമ്പോൾ ശബ്ദവും വർത്താനം പറയുന്ന ഒച്ചയും ബഹളം കാരണം ഒരു സമാധാനം ഉണ്ടോ അവർക്ക്? ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു മേസ് പോലെ അല്ലേ? ഒരു മേസ് പോലെ ഇങ്ങനെ നടക്കുകയാണ്. ഇതിൻ്റെ സംഭവമാണത്. ഇരുട്ട് നിറഞ്ഞ വീജികളാണ് നമ്മുടെ സ്ക്വയർ എന്ന് പറഞ്ഞ ശരി. ഇത് നമ്മൾ ആ ഒരു അങ്ങോട്ട് പോയാൽ ആ കനാലാണ്. അതേ താമസിക്കുന്നത് നമ്മുടെ നാടൻ സ്റ്റൈലൊക്കെയാണ്. തുണിയൊക്കെ അവിടെ ഉണക്കാനിട്ടിരിക്കുന്നത്. നമ്മുടെ തുണി നമുക്ക് ഇവിടെ അലക്കാലോ.
എവിടെയും കയറിയേ തുണിയൊക്കെ കലക്കി പോയാലോ? എങ്ങനെയാ? ആ അതല്ലല്ലോ ഇതിന്റെ എങ്ങനെയാ അവര് തുണി ഇട്ടത് എങ്ങനെയാന്നുള്ളത് ഇതിനെപ്പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം നമുക്ക്. ഡെൻമാർക്കോ? ആ ഇവിടെ നോക്കണുണ്ടോ ചിലപ്പോൾ ഈ പട്ടിയുടെ കാഷ്ടമൊക്കെ ഉണ്ട്. ആ അതെ, വീണ്ടും നമ്മൾ കനാൽക്കര എത്തി. ഇതിന് ചുറ്റും ഓരോ കെട്ടിടത്തിൻ്റെയും ഒരു ലോങ് ചുറ്റും മുഴുവൻ കനാലുകളാണ്. ഇവർ റോഡിന് പകരം യൂസ് ചെയ്യുന്നത് ചെറിയ ബോട്ടുകളാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് മാറാനൊക്കെ ഇവർ യൂസ് ചെയ്യുന്നത് ബോട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് വെനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ വെറുതെ വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വലിയ വ്ളോഗേഴ്സ് ഒന്നുമല്ല, ഞങ്ങളൊരു സാധാരണ വ്യക്തികളാണ്. ഞങ്ങളൊരു ചാരിറ്റി പ്രവർത്തനമായിട്ട് നാട്ടിലേക്ക് നമ്മൾ UK നിന്ന് കേരളത്തിലേക്ക് റോഡ് മാർഗം സഞ്ചരിക്കുന്നവരാണ്. നമ്മുടെ UK ഒരു ഫേമസ് ക്യാൻസർ ഹോസ്പിറ്റലുണ്ട്. ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് ഫണ്ട് ശേഖരണമായിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളിപ്പം ഇവിടം വരെ എത്തി. ഏതാണ്ട് 20 രാജ്യങ്ങളോളം ഞങ്ങൾ കവർ ചെയ്താണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്തുന്നത്. 2 കോണ്ടിനെന്റിലും കവർ ചെയ്ത് ആണ് ഞങ്ങൾ നാട്ടിലെത്തുന്നത്. അപ്പം ഈ ഒരു അവസരത്തിൽ ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അനന്തർ ബ്രിഡ്ജ്, ഇത് 2 സൈഡും കനാല്, 3 സൈഡ് കനാല്, എല്ലായിടത്തും ചുറ്റും പുറം മുഴുവൻ കനാല്. ഇത് അങ്ങോട്ട് പോവാം, ആ വഴിക്കായിരിക്കും. അതാണ് 2 സിംഹം. ഇവിടെ ഒരു സിംഹത്തല, അടിപൊളി സിംഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഷോയിച്ചേട്ടൻ അതിൻ്റെ സിംഹത്തിലെല്ലാം ഇടയ്ക്ക് കയറി നിൽക്കുകയാണ്. ഒരു ഫോട്ടോ എടുത്തേക്കാം. ഷോയിച്ചേട്ടൻ ഇത്രയും സ്റ്റൈലിനൊക്കെ നിന്ന് വരുന്നതല്ലേ. ഷോയിച്ചേട്ടനെ ഇങ്ങനെ കിട്ടാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് പുള്ളിക്ക് ഈ ഫോട്ടോ ഒന്നും ഒരു താല്പര്യമില്ല. പിന്നെ ഒന്ന് ഫേമസ് ആയാൽ കൊള്ളാമെന്ന് പുള്ളിക്ക് ആഗ്രഹമുണ്ട്, അത്രയേ ഉള്ളൂ. ഷോയിച്ചേട്ടാ, ഈ സമയത്ത് 2 വാക്ക് പറയാൻ എന്താ ഉള്ളത്? ഈ വെനീസിലെ BJP-മാരുടെ കൂടെ എനിക്കൊരു ക്യാമറാമാനും സ്വന്തമായിട്ട് കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഒരു കാശ് മുടക്കുമില്ലാതെ എന്റെ ഫോട്ടോ എടുത്ത് ഫേമസ് ആക്കി. സന്തോഷം. എന്നെ പോലുള്ള ഒരു വലിയൊരു മനുഷ്യന്റെ കൂടെ, ഫേമസ് ആയ മനുഷ്യന്റെ കൂടെ യാത്ര ചെയ്യാൻ കിട്ടിയ ഈ അവസരമുണ്ട്. ഭാഗ്യവാനാണ്. സ്വന്തമായിട്ടൊരു ക്യാമറമാൻ എന്റെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനിക്കാം, നിങ്ങൾ നടക്കുന്നത് എന്റെ കൂടെയാണെന്നുള്ളത്. സ്വന്തമായിട്ട് ക്യാമറമാൻ റെജി എല്ലാം ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അതെ, ഭയങ്കര അഹങ്കാരത്തോടെ നിൽക്കുന്നത്, അഹങ്കാരിയായിട്ട് നിൽക്കുക. അപ്പൊ ഞാനൊരു വീഡിയോ, ഒരു ഫോട്ടോയും കൂടെ എടുത്ത കൈ കൂടെ എടുത്തിട്ടുണ്ട്. സാവുചാഞ്ചി പോയിരുന്നോ? ഇത് നമ്മുടെ യാഷ് ചോപ്രയാണ്. യാഷ് ചോപ്ര തൊപ്പി വെച്ചാൽ പുള്ളി ചാറും യാഷ് ചോപ്ര ആവുന്ന വിചാരം. ഒരു നല്ലൊരു കനാല്, ഈ കനാൽ അങ്ങ് ചെല്ലുന്നത് ഒരു കടലിലേക്ക് ചെല്ലുന്നത്. അവിടെ നല്ല വേവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഞങ്ങളൊരു പാലത്തിൻ്റെ മുകളിലാണ് അപ്പം നിൽക്കുന്നത്. അതുപോലൊരു പാലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ചുറ്റും മുഴുവൻ വെള്ളമാണ്. അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ ടവറുണ്ട്. നമ്മുടെ ലക്ഷ്യം നമ്മൾ എത്തിയില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. 1293 തോന്നണേ. ഓ 18. ഓ 18. ഒടുവിൽ ഞങ്ങൾ സ്ക്വയറിലെത്തി. സ്ക്വയറിന്റെ കവാടം തുറന്നു. ഞങ്ങൾ സ്ക്വയറിലെത്തി. ഒരു കപ്പൽ ഇങ്ങനെ പറന്ന് പോകുന്നു. അല്ല, ഒഴുകി പോകുന്നു. നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം നടക്കുന്നത് കപ്പലുകളുടെ ഒരു മായാജാലം, ബോട്ടുകളുടെ ഒരു മായാജാലം. കപ്പൽ എന്ന് പറഞ്ഞാൽ കപ്പൽ ആദ്യം പോയ കപ്പലായിരുന്നു. ഇപ്പം ബോട്ടുകളുടെ ഒരു മായാജാലം.
ഒരു സ്നേഹതീരത്തോടെ തന്നെ തഴുകി പോകുന്നത് പോലെ നമ്മൾക്ക് ചെറിയ ഇളം കാറ്റുകൊണ്ട് അപ്പം അമ്പടെ കള്ളന്മാരെ ഞാൻ വരാതെ ഫോട്ടോ എടുക്കുവാണോ നിങ്ങൾ? ഒരു നങ്കൂരത്തിന്റെ കീഴിൽ നിന്ന് അവർ ഫോട്ടോ എടുക്കുവാണ് ഞാനില്ലാതെ. നിങ്ങൾ നങ്കൂരം ഇടുവാണോ? ഞാൻ ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. അവിടെ വന്നു ഞാൻ അവിടെ നിന്നോളേ. അവർ എന്തോ ഒരു വാക്കുതർക്കം കാണുന്നുണ്ട്. ആര് ചോദിച്ചവരിന് ഇടയ്ക്ക് കയറി. ഉള്ളതിൽ പ്രായം കുറഞ്ഞ കൊച്ചു വെച്ച് ഇടയ്ക്ക് കയറി. ചോദിച്ചോട്ടാ, നമ്മളിങ്ങനെ പോകുന്ന വഴികൾ കണ്ടോ? ഈ രാജകീയമായ വഴിയിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മറ്റു വന്ന് കറങ്ങി എൻ്റെ ഒപ്പം കറങ്ങുന്ന ഭയങ്കര ഭാഗ്യമാണ് നിങ്ങളൊക്കെയാണല്ലോ. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം കറങ്ങാൻ കിട്ടുന്ന ഈ അവസരം എന്ന് പറഞ്ഞാണല്ലോ, നിങ്ങൾക്ക് ഉലകത്തിൽ കിട്ടുന്നില്ല ഇങ്ങനെ ഒരു ഭാഗ്യം. നമ്മള് ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പോകുന്നു. ഞങ്ങളുടെ ഷോചേട്ടനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല നേരമ്പോക്കാണ്. യാത്രകൾ വളരെ ഭംഗിയാക്കാനും യാത്രകൾ എൻജോയ് ചെയ്യിപ്പിക്കാനും നമ്മളെ ചിരിപ്പിക്കാനും നമുക്കൊക്കെ ഒത്തിരി വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടുകാരും പിള്ളേരും കുട്ടികളും പേരൻസും എല്ലാം നമ്മൾ അവിടെ ആക്കിയിട്ടാണ് ഇങ്ങനെ ഒരു 2 മാസത്തെ യാത്രക്കായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ച്. ഈ ഷഷ്ടിപൂർത്തി ഷഷ്ടിപൂർത്തിയാണോ ഷട്ടിപൂർത്തിയാണെന്ന് അറിയാൻ പാടില്ല. എനിവേ, അപ്പം ഈ അപ്പച്ചൻ ഞങ്ങളിവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. യാത്രയിൽ ഇങ്ങനെ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞൊക്കെ ഞങ്ങളെ. എന്റെ മക്കളെല്ലാം ചെറുതാട്ടോ, ഞാൻ ഒത്തിരി പ്രായമായി കല്യാണം കഴിച്ചവനാണ്. അത് തന്നെ, ഒത്തിരി താമസം എല്ലാം കഴിച്ചവനാണ്. കുട്ടികളൊക്കെ വളരെ കുഞ്ഞാണ്. പുള്ളി കല്യാണമേ വേണ്ട എന്നും പറഞ്ഞിരിക്കുന്നതാണ് സുന്ദരിയായ ലൂസി ചേച്ചി വന്ന് മുമ്പിൽ പെട്ടത്. അതെ, എന്നെയൊക്കെ കിട്ടിയത്. അപ്പം ഇത്രയും ഒരു ഞങ്ങളുടെ സൂസി ചേച്ചി ഭാഗ്യവതിയാണ്. അപ്പോൾ ഞങ്ങളിത് ഏതാണ്ട് സ്ക്വയറിന്റെ ചുറ്റുവട്ടത്തേക്ക് എത്തിയെന്നാണ് തോന്നുന്നത്. സ്ക്വയർ ആണെന്ന് വിചാരിച്ച ചാടി കയറിപ്പോൾ സ്ക്വയർ അല്ലായിരുന്നു. അത് സ്ക്വയർ ആണെങ്കിൽ അവിടെയാണ്, നാട്ടിൻ്റെ അവിടെയാണ് സ്ക്വയർ ശരിക്കും പറഞ്ഞത്. വഴിയോര കാഴ്ചകൾ കണ്ട് ഇത് മുഴുവൻ കടകളാണ് ഇവിടെ. വഴിയോര കാഴ്ചകളും റെസ്റ്റോറൻ്റ് എല്ലാം കണ്ട് ഇവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ചെറിയ ഭയമുണ്ട് നമുക്ക്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അധികം ഒന്നും യാത്ര. അതെ, ഒരു ഫിഷ് പോണ്ട കഴിച്ചു. അത് എങ്ങനെയാവും എന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ട് കഴിയുന്നതും ഫുഡും ഡ്രിങ്ക്സൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയാണ് യാത്ര ചെയ്യുന്നത്. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയും കൂടെയാണ്. അതുകൊണ്ട് വെജിറ്റേറിയൻ കഴിക്കുന്നത്. പക്ഷെ ഇവിടെ ഒന്നും വെജിറ്റേറിയൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ധാരണ വരുന്നു. അതുകൊണ്ട് വെജിറ്റബിൾ ബർഗർ ഞങ്ങൾക്ക് കിട്ടി. ഇത് ഇവിടുത്തെ പ്രത്യേകതരം വള്ളമാണ്. ഈ വള്ളത്തിനൊരു ചെരുവുണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തായാലും നമ്മൾ റൈഡിന് കൊണ്ടുപോകും. ഒരു ചില്ലറ കൊടുത്താൽ റൈഡിന് പോകും. നമുക്കിതേ കാരണോ പിന്നെ ചെറിയ സമയമെടുക്കും. അപ്പോൾ നമുക്ക് സമയമില്ല, നമുക്ക് പള്ളിയിൽ പോകാനാണെന്ന് അതുകൊണ്ട് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോവാം. ഞങ്ങൾ വന്നപ്പോഴൊന്നും ഇവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നേ. ഇപ്പം നല്ല തിരക്കായി, ഭയങ്കര ആൾക്കാരായി. ബസേലിക്ക പള്ളിയിൽ നിന്ന് ഇവിടുത്തെ അവിടെ എന്തോ അവധിയാണെന്ന് പറഞ്ഞു. ഇവിടെ ഇന്ന് തുറക്കുകയല്ലെന്ന് പറഞ്ഞു. ഗുഡ് ഫ്രൈഡേ ആയിട്ടും കൂടെ പള്ളി അവർ തുറന്നിട്ടില്ല ഇവിടുത്തെ ബസേലിക്ക. അതുകൊണ്ട് അതും കാണാനകത്ത് കയറാൻ പറ്റത്തില്ല. അവിടെ കണ്ട ക്യൂ എന്ന് പറഞ്ഞത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത് മ്യൂസിയമാണ്. മ്യൂസിയത്തിൻ്റെ ക്യൂ ആണ്. അങ്ങേരെ അത് മ്യൂസിയം, ഇത് ബസേലിക്ക ചർച്ച്. ഇത് ഒരു ടവർ. ശരിക്കും ഇങ്ങനെ ഇതാണ് സ്ക്വയർ. ബസേലിക്ക ശരിക്കും റൗണ്ടില് ഫുള്ള് നടുക്കൊരു ശകലം സ്ഥലം. എന്തൊക്കെയോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതെ, ഇവിടെ നിന്നുകൊണ്ട് സാധനങ്ങൾ മേടിക്കാനുള്ള എന്തോ മേടിക്കാനുള്ള തിരക്കാണ്.
ഓക്കെ, നിങ്ങൾ മാഗ്നറ്റും മേടിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, എന്നാ മേടിച്ചോ. സോജന എന്താ ചോദിച്ചത്? ഐ ലൈക്ക് ഇറ്റ്. I am from Ethiopia, Tapioca. Tapioca? You from Tapioca? Oh. I'm from Africa, Paprika. Oh, you're from India. Namaste. Namaste. You from Delhi or Mumbai? From South Kerala. അങ്ങനെ ഞങ്ങൾ വെനീസിലെ വ്യാപാരികൾ വന്നിറങ്ങിയ കനാലും വലിയ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന കനാല് സംഭവങ്ങളെല്ലാം ഞങ്ങൾ കണ്ടു ഞങ്ങളിത് ഇവിടുന്ന് തിരിക്കുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പറ്റുവാണെങ്കിൽ പാതുവ സെന്റ് ആന്റണീസ് ചർച്ചിൽ ബസലിക്കയിൽ ഒന്ന് കയറണം. അതാണ് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ഷോജേട്ടാ എങ്ങനെയായിരുന്നു ഇന്നത്തെ? ഇന്നത്തെ ദിവസം 2 മണിക്കൂർ നടന്നു കാണാൻ പറ്റി. 2 മണിക്കൂറുള്ളോ? 2 അല്ല, 12 മണിക്ക് തുടങ്ങിയതാ. സമയം 5 മണിയായി. ബോട്ടിലൊക്കെ വന്നു. നമ്മൾ ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ, ശരിക്കും 3 മണിക്കൂർ നമ്മൾ കണ്ടിട്ട് 5-ാം ദിവസത്തിന്റെ അവസാന ഭാഗത്തേക്ക് അടുത്തിരിക്കുകയാണ്. ഞങ്ങൾ പാതുവായിലെ സെന്റ് ആന്റണീസ് ബസലിക്ക ചർച്ചിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ പുറകെ കാണുന്നതാണ് ബസലിക്ക ചർച്ച്. അപ്പോൾ ഇവിടെ കയറി ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയിട്ട് ഇന്ന് ഇവിടെ വരാൻ സാധിച്ചത് എന്തോ ഒരു ഭാഗ്യമായി കരുതുന്നു. അപ്പം നമുക്ക് പള്ളിയുടെ നല്ല വലിയ പള്ളിയാണ്. അത് അടച്ചോ ഇല്ലയോ എന്ന് ശരിക്കും നമുക്ക് അറിയത്തില്ല. സ്റ്റിൽ ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ 7 മണി വരെയാണെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ 7:20 ഇപ്പോൾ സമയം. അപ്പോൾ എനിവേ ഒന്ന് പോയി കണ്ട് സെൻറ്റ് ആന്റണീസിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അപേക്ഷിച്ച് ഞങ്ങൾ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.